നമ്മളിലേക്ക് വേപ്പിലിടുന്നു. ഇതിങ്ങനെ കിടക്കുന്ന ഏരിയ ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ ചോറ് കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ വടിച്ചെടുക്കണം. സുഹൃത്തുക്കളെ, ഉപ്പ് കുറവെന്ന് പറഞ്ഞ എൻ്റെ കറിയും കൂട്ടി ഒരുത്തി ഇവിടെ പാത്രത്തിനോളം മൊത്തം ചോറ് കമ്പി തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന ഇലേനെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒരു റിയൽ ലൈഫിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് നമ്മളിതാ കുക്കിംഗ് തുടങ്ങുകയാണ്. കുക്കിംഗ് സീരീസ് ഇന്ന് തുടങ്ങിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേക്കാണ്. എത്ര കുക്കിംഗ് സീരീസ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 1-2 വീഡിയോ അവസാനിപ്പിക്കും, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് കുറേ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് പൊതിച്ചോറ്. അപ്പോൾ അത് എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ അമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കുന്നത് കണ്ട് അതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മളത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ വിചാരിക്കും പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് എന്തിനും ഇവിടെ നനയ്ക്കണേന്ന്. ഇവിടെ എനിക്ക് തൂമ്പയ്ക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കണം. അപ്പോൾ പൊടി ഇറക്കാണ്ടിരിക്കാനോ. അപ്പോൾ നമ്മളിവിടുത്തെ മണ്ണ് ഇതേ ഇത്രയും മാറ്റിയിട്ടുണ്ട്, ചെറുതായിട്ടൊരു കുഴി പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ അടുപ്പ് കൂട്ടാൻ പോകുന്നത്. 3 കല്ല് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ അടുപ്പ്. അപ്പോൾ നമ്മുടെ അടുപ്പ് സെറ്റ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൻ്റെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് തക്കാളി കറിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത് 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയും ഒരു 3 കുഞ്ഞു തക്കാളി. പിന്നെ അതുപോലെ തന്നെ സബോള, ഒരു വലിയ സബോളയും 3 കുഞ്ഞു സബോള എടുത്തിട്ടുണ്ട്. 2 ഉണ്ട അല്ലെങ്കിൽ 2 അല്ലിയോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 കുഞ്ഞ് നാടൻ പച്ചമുളക്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് പുറത്തുനിന്ന് ചേർക്കുന്ന വിഭവങ്ങൾ. അപ്പോൾ ഇനി ഈ ഐറ്റത്തിനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ വിഭവം എന്ന് പറഞ്ഞത് വിഭവം അല്ല കേട്ടോ, ചേരുവകൾ. ഈ ചേരുവകളൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് നുറുക്കി ആവശ്യത്തിനുള്ള വലുപ്പത്തിലാക്കി എടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ വിറക് കത്തിക്കൽ തുടങ്ങാൻ പോവാണ്. ഞാൻ നമ്മുടെ പൊതിച്ചോറ് സംരംഭം വിജയിപ്പിച്ച് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ തീരെ കത്തി തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങടെയൊക്കെ അതിൻ്റെ ചൂട് വരാമെന്ന് പോലും പിടുത്തില്ല. പിന്നെ നമ്മുടെ ചട്ടി വയ്ക്കാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച പാത്രമാണ്. 420 രൂപയായിട്ടാണ് പാത്രം. തക്കാളിച്ചോറ് നല്ല അയൺ കയറട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, കടുക്, വെളിച്ചെണ്ണ, വെള്ളം, എല്ലാ സാധനങ്ങളും എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ എടുത്തതേ തുടങ്ങാൻ പോവാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിതാ വെളിച്ചെണ്ണ. ചട്ടിക്ക് ഒരു ചെരുവുണ്ടല്ലോ, വെളിച്ചെണ്ണ ഫുള്ളും കിടക്കട്ടെ. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് നീക്കി വെക്കാം, അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് എടുക്കാൻ വന്ന നേരം കൊണ്ട് പലതും സംഭവിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആഹാ, എത്ര നാളായി വിടും നമ്മളിങ്ങനെ എന്താ പറയുക പുറത്തൊക്കെ കുക്ക് ചെയ്തിട്ട്. ശരിയും പുറത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും. ഇപ്പം നമ്മൾ ഇതിലേക്ക് വേപ്പിലിടുന്നു. കരിഞ്ഞു പോകണെല്ലാനും. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. തീ കൂടി തുടങ്ങിയല്ലോ, പാത്രത്തേക്ക് ആളി പിടിക്കോ? അധികം ഇളക്കണ്ട, തീ കുറയ്ക്കണല്ലോ. ഒരു കൊള്ളി പുറത്തേക്ക് കേട്ടോ, പുറത്തേക്ക് വെക്കി. ഒരു കൊള്ളി പുറത്തേക്ക് വെക്കി. നീ ഒന്ന് നീങ്ങ്, അപ്പുറത്തടിക്ക് വെക്കി. മാറ്റേ. എത്ര നേരം തീ കത്താണ്ടായിരുന്നു. ഇപ്പൊ തീ കത്തിയപ്പോ തീ കുറയ്ക്കാനേ. ഇതൊക്കെ കരിയണ്ടിയേ. അപ്പൊ നമ്മുടെ സബോളകളെ അങ്ങോട്ട് എടുത്തിട്ടു. സബോള ശരിക്കും വാടണം.
ഞങ്ങളെ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം എന്നല്ല 2 വർഷം മുമ്പ് ഇതേപോലെ കുക്കിംഗ് നടത്തിയിരുന്നു പാടത്തൊക്കെ വെച്ചിട്ട്. ഓർമ്മയുണ്ടാ? അപ്പം ഇനി ശരിക്കും ഒന്ന് വാടട്ടെ. ഒരു ഇത്തിരി സബോളും കൂടി ഉണ്ടല്ലോ ഇവിടെ. സബോളുകളൊക്കെ ഉണ്ട് പോട്ടെ. ഇനി നന്നായിട്ട് വാടത്തേട്ടോ. ഈ തീക്കാൻ്റെ പുറത്തിരുന്ന് കത്തണേക്കാൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തണ്ടല്ലേ. ആ ആളി വന്ന ഒരാളെല്ലാം അവരോട് തീർന്നു കേട്ടോ. കാറ്റടിക്കണോണ്ടായിരിക്കും. ചില നേരത്ത് കാറ്റടിക്കുന്നുണ്ട്. എന്നാലും ചെറുതായിട്ടൊരു പുകാളിയ മണമൊക്കെ ഉണ്ടായാലാണ് നമ്മുടെ പൊതിച്ചോറിന് ആ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒരുമാതിരി നന്നായിട്ട് തന്നെ എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് മുളക് പൊടീനെ ഒരു ഇച്ചിരിയിലിട്ട് കൊടുക്കുകയാണ്. ഇനി മഞ്ഞൾപ്പൊടി, ഇവിടെ ഇത് മതി. ഒരു തുള്ളി ഉപ്പ് മതി. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇരുമ്പിൻ്റെ ചട്ടിയെ ഉപയോഗിക്കാണ്ട് ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ. ഗ്യാസുമ്മ കത്തിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ സിമ്മ് ആക്കാമല്ലോ. ഇതിലിപ്പോൾ സിമ്മാക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഓടിക്കണം. പിന്നെ നമ്മൾ അതിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അതിന് ഇട്ട് കൊടുക്കാം. ഭയങ്കര ചൂടടിക്കണം അടിയിൽ. കാറ്റ് അവിടെ നിന്ന് ഇങ്ങടായതുകൊണ്ട് ഈ സൈഡിലേക്ക് ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി കൂടി വെള്ളം. ഇനി ഇവൻ ശരിക്കും ഇവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഓടയണം. തക്കാളിയൊക്കെ ചമ്മന്തി പരുവാവണം. അപ്പോൾ അതുവരെ ഇവിടെ കിടക്കട്ടെ. ഇത് നമ്മൾ അടച്ചു വയ്ക്കണ്ടോ ഇച്ചിരി നേരത്തേക്ക്. നമ്മുടെ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നു. തക്കാളിക്കറി ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളേ നമ്മുടെ ഒരു റിയൽ ലൈഫിൻ്റെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടാണെങ്കിൽ ചെയ്താൽ മതി. എനിക്കറിയില്ല, ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ തരത്തിലായിരിക്കുമല്ലോ. കറിയുടെ ടേസ്റ്റ് അല്ല, നിങ്ങൾ വീഡിയോ കാണുന്ന രീതി നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ചിലപ്പോൾ ബോറിങ് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും ചെയ്തോളൂ. ഒരു ഉപകാരമല്ലേ. ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെ അറിയും ചോറൊക്കെ വെച്ച് കാണിച്ചിട്ടാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ക്യാമറയുടെ പിന്നിൽ മിണ്ടാണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. കുറുകണോ? അത് കുറുങ്ങുന്ന ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല ചേട്ടാ, നല്ല ചൂട്. പുകയല്ലേ പുക. 2 മിനിറ്റ് കൂടി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കുറുക്കും ശരിക്കും. നമ്മുടെ വിറക് കത്തി തീരാറായിട്ടുണ്ട്. നമ്മുടെ കറി അടി പിടിച്ചാവും. നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു കായുപ്പേരിയും ഒരു മുട്ട പൊരിച്ചതൊക്കെ വേണം. പക്ഷെ നമ്മുടെ സമയക്കുറവുണ്ട്. നമ്മളിന്ന് തക്കാളി മാത്രം ഇട്ടിട്ടാണ് നമ്മുടെ തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. തക്കാളി ചോറല്ല, പൊതിച്ചോറ്. പിന്നെ ഇതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇല വെട്ടാനായിട്ട് പോവാണ്. നല്ലൊരു ഇല വെട്ടണം. നമ്മുടെ പറമ്പിൽ ഇവിടെയായിട്ട് നിൽക്കേണ്ട ഒരില, ഇവിടെ ഉണ്ട് ഒരില. കാലം ഈ ഇലയെ നമുക്കുണ്ട് വെട്ടാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇലയാണ്. ഇല കിട്ടി. ഇലയുടെ സൈസ് കുറഞ്ഞു പോയെന്നൊരിതുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഇലേനെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊരു വാട്ടൽ, ഭയങ്കര വാട്ടലൊന്നുമല്ല. എനിക്ക് അവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പൊട്ടലാണ്. അപ്പം നമ്മുടെ ഇല ഓക്കെ. ഇനി ഇലേനെ ഒന്ന് തുടച്ചെടുക്കണം. നല്ല സൂപ്പർ തീ. അങ്ങനെയാണ് വിറക് കത്തിച്ചാൽ അങ്ങനെ തീ ഉണ്ടാവുക.
അപ്പൊ എന്തായാലും വിറക് ചുടും ബാക്കിയിരിക്കണ്ട, എന്നാൽ ഇത്തിരി വെള്ളം ചൂടായിരുന്നോട്ടെ വെച്ചിട്ട്. പഴയ കാലാണ്, പഴയ കാലം. കുറെ നാൾക്ക് ശേഷം കലം വീണ്ടും എടുത്ത് ഒന്നും കഴുകായിരുന്നു. കഴുകിയത് ശരിയായിട്ടില്ലെങ്കിലും ഞാനതൊരു ഇതായിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇലയുടെ അടിയിൽ ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ ഊറ്റി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചോറിന് നമ്മുടെ ഇലയിലേക്ക് ഇടാൻ കേട്ടോ. നല്ല ചൂടൻ ചോറ്. ചൂടൻ ചോറിന് നമ്മുടെ ഇലയിലേക്ക് ഇട്ടാണ്. എനിക്ക് ചോറ് വേണോടി? അല്ല, അതിനനുസരിച്ച് ഇടാനാണ്. അത് ഫുള്ള് കിട്ടോ? ഉള്ളു തട്ടിക്കൂടെ? ഉള്ളു തട്ടി അടയ്ക്കാൻ പറ്റില്ല. സാരില്ല, ഇച്ചിരി വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഗ്രേസിനാണോ? ഗ്രേസിന് വേണോ? ഗ്രേസ് അല്ലേ തിന്നെന്ന് പറ. അപ്പൊ ചോറായി. നീന്ന് കറിയുടെ കറി ഞാൻ കണ്ടില്ലായിരുന്നു. കറിയും കൊണ്ടുണ്ടായില്ലോ. ഒന്ന് കറി നീ കാണാനില്ല മോളെ. ഇരുട്ട് കാണാൻ പറ്റുന്നില്ല, അന്ധകാരം. ഇത് ഇറച്ചിയല്ലേ കേശു? ഇതാണ് നമ്മുടെ തക്കാളിക്കറി മോളെ. തക്കാളിയും വേണ്ടേ? ഇത് ശരിക്കും സൈഡിലാണ് വരണ്ടേ കേട്ടോ, സെന്ററിൽ വരരുത്. ചോറ് മാത്രം മതി എനിക്ക്. ഇത് കൂടുതലും ഇടും, ഇത്ര മതി, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത്ര തക്കാളിക്കറി. ഇനി നമ്മൾ നമ്മുടെ ഇലേനെ നല്ല സൂപ്പർ മണം വാഴലയുടെ മണം എപ്പോഴെല്ലാം വരാം. ഇതെങ്ങനെ പുതിയണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമ്മൾ പൊതിഞ്ഞ് കൂട്ടിയിട്ട് വെക്കുകയാണ്. ആ സൈഡ് ആദ്യം പൊതി. ഇല പൊതിഞ്ഞിട്ടാണോ പേപ്പർ പൊതിയാ? ഇല പൊതിഞ്ഞിട്ട് ഓടിച്ച് അയ്യോ, ഒരു പൊട്ടിടി ഒരു ഓട്ട ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഓട്ട അഡ്ജസ്റ്റ്മെന്റ് ആണ്ട് ഇരുന്നോളൂ. നീട്ടത്തിലായിരുന്നു പൊതിയണ്ട. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ എന്നിട്ടായാലും. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. സണ്ണി സ്പെഷ്യൽ പൊതിച്ചോറ്. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. കൂടുതൽ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കണ്ടേ, പക്ഷെ ഇവിടെ ലൈറ്റിംഗ് കണ്ടീഷൻ പോണ കാരണം നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴിക്കും. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അല്ലെ ഗ്രേസേ? നമ്മുടെ പൊതിച്ചോറ് തുറക്കുന്നു. പൊതിച്ചോറിന് ഇവിടെ കഴിഞ്ഞ് ഒലിച്ചു തുടങ്ങി. സമയം വൈകിയതിന്റെ പ്രശ്നങ്ങളാണ്. ശരിക്കും ഇതിൽ ഒരു കായുപ്പേരി കൂടി വേണ്ടതായിരുന്നു. വിടും. പുക അടിക്കണ്ടോ ക്യാമറയ്ക്ക്? നല്ല മണല്ലേ, സൂപ്പർ മണം. ആ വാഴലയുടെ വാടിയ മണം. ഭയങ്കര ചൂടും. ആദ്യം അപ്പം തിന്നണോ? അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചോറ് ടേസ്റ്റ് നോക്കാണ്. കൊച്ചിന് തരട്ടെ ആദ്യം? ഒരു ഇച്ചിരി കറി കൂട്ടി തരട്ടെ? എന്റെ കറിയെ കുറിച്ച് നല്ല അഭിപ്രായം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, ആവശ്യത്തിന് എരിവ്, ആവശ്യത്തിന് ഉപ്പ്. എന്ത് ടേസ്റ്റാ, ഒന്നും പറയാനില്ല. ഓ, ഇതിങ്ങനെ കിടക്കണ ഏരിയ ഉണ്ടാ, അവിടെ നിന്ന് ഇങ്ങനെ ചോറ് കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ വടിച്ചെടുക്കണം. ഇതിങ്ങനെ വടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ചോറ് തരാ. കൊച്ചിന് വെള്ളച്ചോറ്. ഓ, ഈ വെള്ളച്ചോറ് മാത്രം തന്നോ? അതും തുറ്റു പരിപാടിയാ. അപ്പ ഉണ്ടാക്കി കറി ഇച്ചിരി മുക്കി തരട്ടെ? തിന്നെ ചോറ് തിന്നിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കാം. തിന്ന് കഴിച്ചിട്ട് പറ. കേട്ടോ. അപ്പൊ ഞാൻ ടേസ്റ്റ് ആക്കാണ്. സന്നിചേട്ടൻ സ്വന്തമായി പുകഴ്ത്തിയെങ്കിലും കഴിച്ചു നോക്കടി. അതിന്റെ ഒരു ഇതറിയുള്ളൂ. ശരിക്കും നമ്മുടെ കാന്താരി മുളക് 2 ഉണ്ടായിരുന്നു. ഒരു കുറവില്ല, വെറുതെ പറയണത്. ഇവിടെ അനാവശ്യമായിട്ട് ഉണ്ടാക്കി പറയുന്നുണ്ടോ? ടേസ്റ്റ് നല്ലതായിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? അത് കുഴപ്പമില്ല. നല്ല സൂപ്പർ സാധനം. ഇടലല്ലേ? അടിപൊളി. ഇത് നമുക്ക് ഇപ്പൊ തന്നെ തീർക്കാം. എനിക്ക് ഡയറ്റ് ഫുഡാണ് വിടൂ, എന്നാലും ഞാൻ തിന്നാണ്. അടിപൊളി, സൂപ്പർ. ജീശുനമ്മ തരട്ടെ? അവൾക്ക് കറി വേണ്ടാന്ന്. ഒന്ന് തരാം. അപ്പൊ ഇന്ന് ഡയറ്റ് ഫ്രീ ദിവസം.
നീ എല്ലാ ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും ഓരോന്ന് കുക്ക് ചെയ്യാ ഡയറ്റ് ഫ്രീ ദിവസം. അപ്പോൾ സിമ്പിൾ പൊതിച്ചോറാണ്, ഭയങ്കര ആർഭാടമൊന്നും ഇല്ല. പണ്ടൊക്കെ ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് പൊതിഞ്ഞു കൊണ്ടുപോകാറ്. അമ്മ പക്ഷെ ഇതിൽ കായക്കറി ഒക്കെ ഇടാറുണ്ട്. കായക്കറി ഉണ്ടാവും, അതുപോലെ മുട്ട പൊരിച്ചൊക്കെ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. കൂടുതലും കായുപ്പേരി ആയിരിക്കും. കായുപ്പേരി അല്ലെങ്കിൽ കായയുടെ തൊണ്ടൊക്കെ ഉപ്പേരി വെച്ചിട്ട് ഇതിന് സൈഡിലിടണം. അതും കൂടി കൂട്ടി തിന്നുമ്പോഴാണ് ടേസ്റ്റ്. നമുക്ക് വേറൊരു ദിവസം എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നിപ്പോൾ ഇങ്ങനെ നിന്നട്ടെ. കുറേ കറി വേണമല്ലേ? ഒരു കറി തന്നെ ഇരുന്നു, കുറെ കറിയാണെന്ന്. നിങ്ങളിങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ടോ, കഴിക്കാറുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. നീ കഴിക്കണല്ലേ? ഞാൻ കഴിക്കണ്ട്. സുഹൃത്തുക്കളെ, ഉപ്പ് കുറവെന്ന് പറഞ്ഞ എന്റെ കറിയും കൂട്ടി ഒരുത്തി ഇവിടെ പാത്രത്തിനുള്ള മൊത്തം ചോറ് കമത്തി തിന്നോണ്ടിരിക്കുകയാണ്. ആ, കൊച്ചിന് ചുമ വന്നുണ്ടല്ലോ. ഇല്ല, ആ അതല്ല പറഞ്ഞ അപ്പ ഈ പാത്രത്തിനുള്ള അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നണ്ടേ. വടിച്ചോണ്ട് എടുക്കടി. അത് എനിക്ക് തോന്നണേ നമ്മള് വാട്ടിയ കാരണമാണ് ഇത്രയും ടേസ്റ്റ്. ആ, ഇല വാട്ടണം, ഇല നന്നായിട്ട് വാടണം. പക്ഷെ കറികളൊന്നും കൂടി വേണ്ടതായിരുന്നു, മാത്രം എനിക്ക് കുറവ് തോന്നുന്നു. അത് നമുക്ക് ശരിയാക്കാം. ചവച്ചരച്ചാണ് തിന്നണം കേട്ടോ. അമ്മ ചവച്ചരക്കാണ്, മിണുങ്ങാണ് ആർത്തിയോണ്ട് കൊണ്ട്. ഇച്ചിരി ഇവിടെ ഇടോ പ്ലീസ്. ഇവിടെ ഇട്, ഇവിടെ. അത് അപ്പയ്ക്ക്, ഇത് അമ്മയ്ക്ക്. ഏതപ്പയ്ക്ക്? ഇത് അപ്പയ്ക്ക്, ഇത് അമ്മയ്ക്ക്. എനിക്കധികം വേണ്ട. കൊറേ നാൾക്ക് ശേഷം ചോറുണ്ട്. ചോറ് സപ്ലൈ നടക്കണം. പക്ഷെ അവളും കൂടി കഴിച്ചെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? അല്ലേ? ഇച്ചിരി കഴിക്കോ അപ്പയുടെ കറി? അയ്യേ, പുകടിച്ചിട്ടാണ് ചുമച്ച. ആ, ഇച്ചിരി കൂടി ചോറ് കേട്ടോ. അവിടെ വെച്ചോ. ഇച്ചിരി മതി കേട്ടാ. മതി. ആ മതി, താങ്ക് യു. വേഗം പോയിക്കോ സപ്ലയർ. ഇച്ചിരി നിന്നേക്കാം. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളൊന്നും ചോറ് ഉണ്ടണ്ട. എങ്ങനെ ഉണ്ടാണ്ടിരിക്കും, നാളെ മറ്റന്നാൾ ഞാൻ വീണ്ടും തിന്നും. അപ്പോൾ ഈ ഒരു ഉരുള നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മുടെ പൊതിച്ചോറ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനായിട്ടും ഇത് നിങ്ങൾക്കുള്ളതാണ്. വാ തുറന്നോ, വാ തുറന്നോ, വാ തുറന്നോ, വാ തുറന്നോ.